ആലപ്പുഴയിൽ ജനിച്ചിട്ട് ഇതുവരെ പോകാത്തൊരു യാത്രയാണ് ശിക്കാര ബോട്ടിൽ. ഇതിനു മുൻപ് ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു യാത്ര ആദ്യമായാണ്. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും അല്പം നീങ്ങി ഫയർ സ്റ്റേഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ശിക്കാര ബോട്ടുകളുടെ ഈ ഒരു വലിയ കൂട്ടം. ദാ ഈ നിൽക്കുന്നതാണ് നിസാർക്ക. പുള്ളിക്കാരൻ്റെ ശിക്കാര ബോട്ടിലാണ് ഇന്ന് എൻ്റെ യാത്ര. യാത്രാ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തന്ന് നിസാർക്ക യാത്രാമംഗളങ്ങളേകി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തടാകമാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ പുന്നമടക്കായലും കൊച്ചിക്കായലും ഒക്കെ ഒന്നിക്കുന്ന ഒരു വലിയ ജലസമ്പത്താണ്. നമ്മുടെ കായൽ യാത്ര ആരംഭിക്കുകയാണ്. ഞാൻ ശരിക്കും ഇവിടെ സർക്കാരിൻ്റെ 400 രൂപ 500 രൂപയുടെ പ്ലാനിന് വേണ്ടിയിട്ടാണ് വന്നത്. അതായത് 11 മണിക്ക് പുറപ്പെടുന്ന AC ഇല്ലാത്ത യാത്രയാണെങ്കിൽ 400, അല്ലെങ്കിൽ AC-യിലാണെങ്കിൽ 500 രൂപ. അപ്പോൾ ഇങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടാണ് ആക്ച്വലി ഞാൻ ഇവിടെ എത്തുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ബ്ലോക്ക് കിട്ടിയതുകൊണ്ടും കൃത്യസമയത്തിന് എത്താൻ കഴിഞ്ഞാത്തതുകൊണ്ടും ഈ സർക്കാർ ബോട്ട് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് നിസാർ ചേട്ടനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഈ ബോട്ട് ചേട്ടിൽ വെച്ചിട്ട് ഈ നിസാർ ചേട്ടൻ എന്നൊരു പ്ലാൻ പറഞ്ഞു. ഈ ശിക്കാര ബോട്ടിന് ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ, അതായത് ഒറ്റയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എത്ര രൂപ വരാൻ ചാൻസ് ഉണ്ട്? നമ്മൾ ഇതിൽ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ വെറും 1500 രൂപയ്ക്കാണ് ഇപ്പോൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറും 1500 രൂപ. ഓഫർ വന്നിരിക്കുന്നത് വെറും 3 മണിക്കൂർ യാത്ര. പക്ഷേ ഈ 3 മണിക്കൂർ യാത്ര കൊണ്ട് നമുക്ക് എന്തെല്ലാം കാണാൻ പറ്റും? നമ്മൾ അങ്ങോട്ട് പോയതിന് ശേഷം നമുക്ക് കൂടുതൽ ആസ്വാദന തലത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ യാത്ര അവസാനിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമുക്ക് ഈ ട്രാവലിംഗ് ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിന് അഡീഷണൽ 500 രൂപ മാത്രമേ ആവുള്ളൂ. എന്തായാലും നമുക്ക് കാണാം. നമ്മൾ യാത്ര ആരംഭിക്കാൻ തുടങ്ങി. ഇതാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ്. ശരിക്കും നമ്മളിവിടെ ഈ ശിക്കാര ബോട്ടിലെന്ന് മാത്രമല്ല, സർക്കാർ ബോട്ടിലാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും നമ്മളുടെ യാത്ര ആരംഭിക്കുന്നത്. ഈ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലമാണ്. അതിന്റെ ഫിനിഷിംഗ് പോയിന്റാണ് ഈ കാണുന്നത്. അവിടെ നെഹ്റുവിന്റെ പ്രതിമയൊക്കെ കാണാം. അതിന് തൊട്ടടുത്ത് ഒരുപാട് ഹൗസ് ബോട്ടുകൾ നടപ്പുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് എല്ലാ യാത്രകളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ മറ്റൊരു ശിക്കാര ബോട്ടിൽ കുറച്ച് പേര് യാത്ര ചെയ്യുന്നുണ്ട്. മത്സ്യവിഭവങ്ങളാൽ സമ്പന്നമായ പുന്നമടക്കായൽ ടൂറിസത്തിന്റെ വലിയൊരു സമ്പദ്ഘടന തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ദിവസങ്ങളോളമുള്ള കായൽ യാത്രകൾ ചരക്ക് ഗതാഗതത്തിനും മത്സ്യം പിടിക്കുവാനൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് വള്ളങ്ങളിൽ വെച്ച് തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുവാനും കിടക്കുവാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യത്തിനാണ് ആദിമ ഹൗസ് ബോട്ടുകൾ ഉണ്ടാക്കിയിരുന്നത്. ആ പ്രാകൃത രൂപത്തിൽ നിന്നും ഇന്ന് കാണുന്ന 2, 3 നിലകളായിട്ടുള്ള ഹൗസ് ബോട്ടുകൾ വരെ ഈ പുന്നമടക്കായലിൽ ഒഴുകി നടപ്പുണ്ട്. ഇരുവശങ്ങളിലും ഒത്തിരി വീടുകളുണ്ട്. നമ്മൾ ഈ കനാലിലൂടെ ഇപ്പോൾ കായലിലേക്ക് എത്തും. സ്വദേശീയരെയും വിദേശീയരെയും ആകർഷിക്കുന്ന 5 സ്റ്റാർ റൂമുകൾ വരെയുള്ള ഹൗസ് ബോട്ടുകൾ ഇതാ ഇവിടെ ഒഴുകി നടപ്പുണ്ട്. നമ്മൾ പുന്നമടക്കായലിലൂടെ സഞ്ചരിക്കുകയാണ്. പുന്നമടക്കായൽ എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ കനാലുകളാണ്. കായലിൻ്റെ ഇരു കരകളിലുമായിട്ട് ഒത്തിരി ചെറു ദ്വീപുകളുണ്ട്. ഈ ചെറു ദ്വീപുകൾ പണ്ടുള്ള കാലഘട്ടത്തിൽ ഇവിടെ റോഡ്, ആ ദ്വീപുകളിൽ തന്നെ റോഡ് സംവിധാനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ പലർക്കും ഇപ്പോഴും പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമ്മുടെയൊക്കെ വീട്ടിൽ ബൈക്കുകളും കാറുകളും ഉള്ള പോലെ എല്ലാ വീടുകളിലും ചെറു ചെറു വള്ളങ്ങൾ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ വള്ളങ്ങൾ തന്നെയാണ് അന്നും ഇന്നും ഒക്കെ ആശ്രയിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ദ്വീപുകൾക്കകത്തൊക്കെ ചെറിയ ചെറിയ റോഡുകളുണ്ട്. ഇപ്പോൾ ആ ദ്വീപുകൾ തമ്മിൽ പരസ്പരം ചെറിയ ചെറിയ പാലങ്ങളുണ്ട്. നമ്മുടെ ആലപ്പുഴ ടൗണിലേക്ക് പോകാനാണെങ്കിൽ തന്നെ ചില ദ്വീപുകളിൽ നിന്നും ആലപ്പുഴയിലേക്ക് റോഡ് മാർഗം സഞ്ചരിക്കാൻ കഴിയും. പക്ഷേ അപ്പോഴും ചെറിയ ഈ പുന്നമടക്കായലിൻ്റെ ഇടക്കുടിയിലുള്ള ചില ദ്വീപുകൾക്ക്, ആ ദ്വീപുകളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ചെറിയ വള്ളങ്ങളും ബോട്ടുകളൊക്കെ തന്നെയാണ് ആശ്രയം. പിന്നെ സർക്കാർ ബോട്ട് സംവിധാനങ്ങളുണ്ട്. നമുക്ക് ബസ് സർവീസ് എന്ന് പറഞ്ഞ പോലെ സർക്കാർ ബോട്ട് സംവിധാനങ്ങളുണ്ട്. കാണാം പുതിയ പുത്തൻ കാഴ്ചകൾ. ഈ കനാലിന്റെ ഇരുവശങ്ങളിലും കടവുകളുണ്ട്. തദ്ദേശീയരായ ഇവർ അലക്കുവാനും കുളിക്കുവാനും ഒക്കെ ഈ കടവുകൾ ഉപയോഗിക്കുന്നു. മറ്റൊരു അതിശയം, ഈ കായലിനെയൊക്കെ തടഞ്ഞു നിർത്തി തൊട്ടരികിൽ നെൽകൃഷി നടത്തുന്നതുണ്ടോ. ബോട്ടുകൾ ഇടയ്ക്കിടെ നിർത്തുവാനുള്ള ജെട്ടികൾ. ദൂരെ നിന്ന് നോക്കുമ്പോൾ അതാ ഒരു വലിയ വൃക്ഷം. അടുത്തെത്തിയപ്പോൾ അത് രണ്ടായി മാറി. തൊഴിലുറപ്പ് ജോലികളിൽ ഏർപ്പെടുന്ന അമ്മമാർക്ക് ആ വൃക്ഷം തണലായി. ആ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഒട്ടുമിക്ക ഹിന്ദി, തമിഴ്, മലയാളം സിനിമകളുടെയൊക്കെ സോങ്സ് ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷൻ കൂടിയാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അവിടെ ചെറിയ ചെറിയ കടകളുണ്ട്, കൂൾ ബാറുകളുണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഹൗസ് ബോട്ടുകളിലൂടെയും അതുപോലെ ശിക്കാര ബോട്ടിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുന്ന സഞ്ചാരികൾക്ക് ഒരു ഹോൾട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇറങ്ങി അല്പം വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പ്ലേസ്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിനോദസഞ്ചാരികൾക്ക് ഇടക്കാല ആശ്വാസമാണ് ഈ വലിയ കായലിൽ ഇത്തരമൊരു സ്ഥലം. കായലിന് നടുവിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു കൂൾ ബാർ. ₹30 നല്ല അടിപൊളി പൈനാപ്പിൾ കഴിച്ചു നോക്കാം. നമ്മുടെ ബോട്ടാണ്. മുളങ്കുലയ്ക്ക് സർബത്തും മറ്റു പേരറിയാത്ത മറ്റ് ശീതള പാനീയങ്ങൾക്കും നടുവിൽ ഉപ്പിലിട്ട ക്യാരറ്റ്, മാങ്ങ, നെല്ലിക്ക, കാരയ്ക്ക തുടങ്ങി വാഴപ്പിണ്ടി വരെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ന്യായമായ വിലയേ ഉള്ളൂ. ഞങ്ങളൊരു കുലുക്കി സർബത്ത് വാങ്ങി. ഇവിടെ നിന്നും ഇത്തരം സ്പീഡ് ബോട്ടുകൾ നമ്മെ ഒന്ന് കറക്കിയിട്ട് വരും കേട്ടോ. ഞാൻ പോയില്ല. സ്പീഡ് ബോട്ട് എനിക്ക് എന്തോ ഒരു ഭയം തോന്നി. ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും യാത്ര തിരിച്ചു. ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് സർക്കാർ ബോട്ടുകളുണ്ട്. ഒരെണ്ണം പോകുന്നു. ഈ കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന കായൽ പുന്നമടക്കായലും വേമ്പനാട്ട് കായലും സംഗമിക്കുന്ന ഇടമാണ് കേട്ടോ ഇത്. നല്ല വെയിലുണ്ട്. പക്ഷെ കായലിൽ 360 ഡിഗ്രി കാറ്റാണ്. അതുകൊണ്ട് ഉഷ്ണിക്കുന്നില്ല. ഇവിടെ നിന്നാണ് ഈ ഊണ് കഴിക്കാൻ പ്ലാൻ. അവിടെ ഈഗിൾ പോയിന്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ പരുന്തിന് വെച്ച് തരും. ഫോട്ടോസൊക്കെ എടുക്കാം. അതിന് ചെറിയ എന്തെങ്കിലും വരുമാനം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊരു ദ്വീപാണ്. ഇവിടെ 2 ഹോട്ടലുകളുണ്ടെന്ന് തോന്നുന്നു. നമുക്കിഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്യാം. അത് അവരപ്പോൾ തന്നെ കുക്ക് ചെയ്ത് തരും. ഞാൻ കൊഞ്ചാണ് സെലക്ട് ചെയ്തത്. അത് പച്ച ഈർക്കിൽ കുത്തി സെമി ഫ്രൈ ചെയ്ത് തന്നു. ഊണ് തരക്കേടില്ല എന്ന് പറയാനേ ഉള്ളൂ. പക്ഷെ കൊഞ്ച് കൊള്ളാം, സൂപ്പർ. ഊണ് കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം. അല്പനേരം ഒന്ന് മയങ്ങി. ഈ സമയം കൊണ്ട് നമ്മൾ തിരികെ ജെട്ടിയിലെത്തി. 3 മണിക്കൂർ എനിക്ക് ഈ 1500 രൂപക്ക് വർത്തായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഒരു 3 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരികെ എത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ സ്ഥലങ്ങൾ കാണാം. ബൈ.